ഇപ്പോൾ കായംകുളം കൊച്ചുണ്ണി വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ മലയാളികൾ ഭയങ്കര ഹൈപ്പോട് കൂടി കണ്ടതാണ്. പക്ഷേ ഇത്തിക്കര പക്കയായിട്ട് ലാലേട്ടനും കൂടി വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ വേറൊരു ലെവലായി. ലാലേട്ടൻ ഇതിലേക്ക് വരുന്നു, അത് നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നു. എങ്ങനെയാണ് ലാലേട്ടൻ ഇതിലേക്ക് എത്തുന്നത്? ഇത്തിക്കര പക്കിയുടെ റോള് ചെയ്യാനായിട്ട് ഒരു ലാർജർ ദാൻ ലൈഫ് ഫീലുള്ളൊരു ആൾ വന്നിട്ട് കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്തിക്കര പക്കി വരുന്നതിന് മുമ്പ് തന്നെ സിനിമയ്ക്കകത്ത് ഇത്തിക്കര പക്കിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും അങ്ങനെ വേറൊരാൾക്കൊന്നും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അങ്ങനെ ചെയ്തെടുത്താൽ അത് വിജയിക്കില്ല. അതിന് വേറെ ആരും ഇല്ല. ഇപ്പോൾ ലാലേട്ടൻ മാത്രമേ ഉള്ളൂ. അത് ലാലേട്ടൻ്റെ അടുത്ത് റോഷൻ സംസാരിക്കുകയും ലാലേട്ടൻ അത് ഇഷ്ടപ്പെട്ടു, ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു. അത് അങ്ങനത്തെ ഒരു ക്യാരക്ടറുമാണ്. എന്തുകൊണ്ട് ലാലേട്ടൻ എന്നുള്ളത് ആ സിനിമ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. പിന്നെന്താ പറയുക, ഞാൻ ആദ്യമായിട്ടാണ് ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കുന്നതും. അപ്പോൾ ഒരു 12 ദിവസത്തോളം ലാലേട്ടൻ സെറ്റിലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് 12 ഡേയ്സ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. വളരെ പ്രൊഫഷണലായിട്ട് സിനിമേനെ കാണുന്നു. സെറ്റിൽ വന്നാലുള്ള കാര്യങ്ങൾ, ബിഹേവിയർ, ടൈമിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് പറഞ്ഞാൽ തീരാത്ത തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നിട്ട് ഈ സിനിമ കാണുമ്പോൾ നമ്മൾ ഫാൻസ് ഒക്കെ ഇതിൻ്റെ ഈ വാർത്തകൾ വായിക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ ആയിട്ട് ഫ്രാക്ചർ ആവുന്നു. കുതിരകളുടെ പുറത്തുനിന്ന് വീഴാൻ പോയ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് രക്ഷപ്പെട്ടു 2-3 പ്രാവശ്യമൊക്കെ. ശ്രീലങ്കയിൽ ഷൂട്ട് ചെയ്തപ്പോഴായിരുന്നു. അപ്പോൾ ഒരു ലേക്ക് പോലത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ ചെന്ന് ഇത് കുറച്ച് ഇറങ്ങിപ്പോയിട്ട് നീന്തി വരുന്ന ഇതാണ്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ ലോക്കൽസ് ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നു. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് ഒരുപാട് മുതലുകളുള്ള സ്ഥലമാണ്. അപ്പോൾ അത് ആരും പറഞ്ഞിട്ടുണ്ടായില്ല, ഇത് ഇങ്ങനെയുള്ള സ്ഥലമാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു നമുക്ക്. അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാനിക്ക്, ഇത് ഏത് വഴി വരും നമുക്ക് അറിഞ്ഞിട്ടല്ലോ. പിന്നെ പെട്ടെന്ന് ഷോട്ട് എടുത്ത് തീർത്ത് നമ്മൾ കയറി അവിടെ കസേരയിൽ ഇരുന്ന് ഒരു 2 മിനിറ്റിൻ്റെ ഉള്ളിൽ അതിൽ കൂടെ അങ്ങനെ ക്രോക്കഡൈൽസ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഷ്ടിച്ച് ഒരു 5 മിനിറ്റിൻ്റെ കാര്യത്തിൽ രക്ഷപ്പെട്ടു പോകുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഉപദ്രവിക്കില്ല ഒന്നും നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ നമ്മൾ നിന്നതിൻ്റെ ഒരു 10 അടി മാറി ഈ സാധനം നീന്തി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയും റിസ്ക്കുള്ള ലൊക്കേഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ വേറെ കടവയിൽ ഷൂട്ട് ചെയ്ത ഒരു ഫോറസ്റ്റ് ഏരിയ, അവിടെ ഫുൾ പാമ്പുകളാണ്. അത് ഏത് വഴിയൊക്കെ വരുമെന്ന് പറഞ്ഞിട്ട് ഇത് മരത്തിൻ്റെ മുകളിൽ നിന്നൊക്കെ ഇങ്ങനെ വന്ന് വീണുകൊണ്ടിരിക്കുക. അത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു അതിൻ്റെ സമയമൊക്കെ. നമ്മുടെ ആർട്ടിലുള്ള പലരുടെ മെയ്ത്തൊക്കെ നമ്മൾ നോക്കിയൊക്കെ തന്നെ ഇങ്ങനെ മുകളിൽ നിന്നൊക്കെ വീഴും. ഇത് അങ്ങനത്തെ ഒക്കെ ലൊക്കേഷൻസ് ആയിരുന്നു.